ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങളുടെ കമന്റ് വന്നാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ മഴയാണ്? ശ്രീലംബ്രാസ സാപ്പടിയാ ഈ സാപ്പടിയാ. ഓക്കെ, ലൈവിലുള്ളവർ ബാക്കിയുള്ളവരുടെ എന്താ കമന്റ് ചെയ്യാത്തത്? പ്ലീസ് 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 കമന്റ്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇങ്ങനെ ക്യാഷ് പൊക്കോണ്ടേ ഇരിക്കുവാണല്ലേ. കാവേരി കാവേരി കാവേരി. ഇന്ന് മാത്രം ഏകദേശം 2500 രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അദ്ദേഹം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കി. 19-ാം തീയതി വാങ്ങിച്ചിട്ടുള്ള കാർഡാണ്. 19, 20, 21, 22, 23, 24, 25, 26. കറക്റ്റ് 8 ദിവസം. 8 ദിവസം കൊണ്ട് ഏകദേശം 22,000 രൂപ. അതില് കൂടട്ടെ, നോ പ്രോബ്ലം. ചോദിച്ചിട്ട് അങ്ങനെ കൊടുക്കാതിരിക്കും. നാക്കടുത്ത് വളയ്ക്കാതെ. എന്റെ മെസ്സേജ് ഒന്നും വന്നില്ല. ഇപ്പഴാ വന്നിട്ടോ. എന്റെ മെസ്സേജ് ഒന്നും വന്നില്ലേ എന്നുള്ള മെസ്സേജാണ് ഇപ്പൊ വന്നത്. നേരത്തെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആവാനേ ചാൻസ് ഉള്ളൂ. അമ്മൂസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് ചോദിക്കാൻ വിട്ടുപോയി. ഹസ്ബൻഡിന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മൂസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കമോൺ ചാറ്റ്. ബാക്കിയുള്ളവരോട് മെസ്സേജിലോട്ട് വരിക. ചാറ്റ് ചെയ്യുക. മെസ്സേജ് വന്നാൽ മാത്രമേ നമുക്ക് ലൈവ് കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹായ് നന്ദുബാ വ്ളോഗ്സ് പ്ലേസ് എവിടെയാണ്? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ മറന്നുപോയതായിരിക്കാം. നന്ദുബാ വ്ളോഗ്സിന്റെ പ്ലേസ് എവിടെയാണ്? എന്റെ വീടിനടുത്തുള്ള എൻ്റെ ഒരു കസിൻ ഉണ്ട്, ആദർശ്. ഓക്കെ, ആദർശ് എന്നാണോ പേര്? എന്റെ കസിൻസ് ഉണ്ട് 2 പേര്. അപ്പൊ അവരുടെ പേര് ഇതാണ്, നന്ദു വാവയും. അതുകൊണ്ട് ഫെമിലിയ പെട്ടെന്ന് അവരെയാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന്, നന്ദു വാവ എന്ന് പറയുമ്പോ. അവർ 2 പേരുടെയും പേര് ഇതാണ്, നന്ദുന്ന് വാവാന്നാണ്. നെക്സ്റ്റ് ഓക്കെ, നന്ദു വാവയുടെ പേരെന്താണ്? അതുകൊണ്ട് പ്ലേസ് ഒന്ന് കമന്റ് ചെയ്യും. നെക്സ്റ്റ് ഗോഡിന്റെ സ്ഥലം അപ്പൊ ആദർശം, പേര് ആദർശം എന്നാണല്ലേ. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്ലേസ് ഒന്ന് കമന്റ് ചെയ്യുക പ്ലീസ്. നിങ്ങൾ പ്ലേസ് 2 പേരുടെ, നെക്സ്റ്റ് ഗോഡിന്റെയും അതുപോലെ തന്നെ നന്ദുബാബയുടെ 2 പേരുടെയും പ്ലേസ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ അമ്മൂസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അതായത് ഹസ്ബൻഡിന്റെ വീട്ടിലല്ല, അമ്മൂസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല. ഓക്കെ, അനിയത്തി ഉണ്ട്, ബട്ട് അവള് കെട്ടിയത് എന്റെ ഹസ്ബൻഡിന്റെ സ്വന്തം അനിയനാണ്. ഓക്കെ, ഞങ്ങൾ 2 പേര് വീട്ടിൽ ആണ് കല്യാണം കഴിച്ചു വന്നത്. ഓക്കെ, അത് നല്ലൊരു കാര്യം കേട്ടോ. അപ്പൊ നമുക്കില്ല വീട് വിട്ട് നിൽക്കുന്നുള്ളൊരു തോന്നലുണ്ടാകും. നമ്മള് എന്താ പറയാ, കൂടപ്പറപ്പ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. സോ അത് നല്ലൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത് എന്തായാലും. അപ്പൊ അമ്മൂസ് എന്തായാലും അതിന് എന്തായാലും ഭാഗ്യം ചെയ്തൊരു കുട്ടിയാണ്. സോ അമ്മുന്റെ സിസ്റ്ററിന്റെ പേരെന്താണ്? അതുള്ള സിസ്റ്റർ എന്ത് ചെയ്യുന്നു അതുകൂടെ ഒന്ന് പറയോ? അത് നല്ല കേട്ടോ. അച്ഛനമ്മ, അച്ഛമ്മ, അച്ഛൻ. ഓക്കെ, നൈസ്. എന്തായാലും അത് അങ്ങനെ അധികം ആർക്ക് കിട്ടുന്ന അനിയൻ പോലീസിലാണ്. ഓക്കെ, അപ്പൊ നല്ല കാര്യം. അപ്പൊ ഒന്ന് സന്തുഷ്ട കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, അപ്പൊ രണ്ട് വീട് മാത്രമേ ഉള്ളല്ലോ. അപ്പം നിങ്ങൾ 2 പേരുടെ ഹസ്ബൻഡിന്റെ വീടും നിങ്ങളുടെ വീടും, ആ 2 വീട് മാത്രം മതി. അല്ലെങ്കിൽ വേറൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അനിയത്തിന്റെ ഹസ്ബൻഡിന്റെ വീട്, അങ്ങനെ സ്പ്രെഡായി പോകത്തില്ലേ. ഇത് എല്ലാ കാര്യത്തിനും ആ ആൾക്കാരെ മാത്രം വിളിച്ചാൽ മതി. അപ്പം നല്ല ഇതായിരിക്കും, കൊള്ളാം. ഇത് മാത്രമല്ല നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് കാണും. സോ കൊള്ളാം, നല്ലൊരു ബോണ്ട് കുറച്ചുകൂടെ നല്ലോണം അടുക്കും ഈ 2 പേരുടെയും ഇതായതുകൊണ്ട്. എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. എന്തായാലും നിങ്ങൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് 2 പേരും. അനിയത്തിയുടെ പേരെന്താണ്? അതുപോലെ അനിയത്തി എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നന്ദുബാ വ്ളോഗ്സിന്റെ പ്ലേസും നെയിമും പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൂടെ ഒന്ന് പറയുക. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ചിലവ് കുറവാണ് എല്ലാ കാര്യത്തിലും. ചിന്നു എന്നാണ് പേര്. ഓക്കെ, അമ്മവും ചിന്നു. ഓക്കെ, ശരിയാ. ഈ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാരെയും കണ്ട് വിളിക്കണ്ടല്ലോ അല്ലെ.
അതായത്